ഒരു 12 വയസ്സായപ്പോൾ 1962 മുതൽ ഞങ്ങൾക്ക് വണ്ടി എൻ്റെ ഫാദറിനുണ്ട്. അന്നോട്ട് അംബാസഡർ ഭയങ്കര പ്രേമമാണ്. അന്നും ഇന്നും ഒരു പോലെ 41 വർഷമായില്ലേ എൻ്റെ കൂടെ ആയിട്ട്. കൽക്കട്ട എൻ്റെ കാർന്നൊരു തോമസ് കൊണ്ടോടി അവിടെ ഉണ്ട്. അവിടുന്ന് വണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഓടിച്ച് 2600 കിലോമീറ്റർ ഓടിച്ചു. അംബാസഡർ ഞാനിപ്പോൾ വഴിക്ക് ഒരു അംബാസഡർ ഉണ്ടല്ലോ, അത് കൊടുക്കുകയാണെങ്കിൽ വിലച്ചിരി കൂടിയാൽ നന്നരം എടുക്കും. അത് ഞാനും എൻ്റെ വൈഫും കൂടെ വയനാട്ടിന് വെള്ളാങ്കണ്ണിക്ക് ഇതൊക്കെ അകലെ പോയിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ല. നല്ല ടയർ, നല്ല ബാറ്ററി, സുഖം. ഞങ്ങൾ വീട്ടിലെ രംഗത്തെ പോലെ ഈ വണ്ടി കൊണ്ട് നടക്കുന്നത്. മോള് വല്ലപ്പോഴും ഓടിച്ചെങ്കിലായി, അല്ലാതെ ആരുടെയും കൊടുക്കത്തില്ല. വർഷോപ്പേരെ ഇവിടെ ഓടിക്കത്തില്ല. ഈ നമ്പർ പറഞ്ഞാലേ അറിയാം. ചോദിച്ചാന്ന് പറഞ്ഞാൽ 31 ആണോന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. ടാക്സി കൂടുമ്പോൾ കല്യാണോട്ടം 3-4 ജീപ്പും ഒരു കാർ, ചെറുക്കനെ പെണ്ണെ കൊണ്ട് ഒരു കാർ വിളിക്കുക. അധികം മിക്കവാറും ഈ വണ്ടിയാണ്. അംബാസഡർ വെല്ലാൻ ഇപ്പോൾ പഴയ വണ്ടികളൊന്നുമില്ല. ഇത് യാത്ര സുഖമാണ്. പിന്നെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകുകയില്ല. 3-4 ദിവസം മിക്കത് ഈ കാർ വന്നിട്ടുണ്ട്. നമസ്കാരം. തുടരുമെന്ന സിനിമയിൽ ഷൺമുഖൻ തൻ്റെ അംബാസഡർ കാറിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ കോട്ടയം കറുകച്ചാലിൽ ഒരാളുണ്ട്. KRO 33 എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിനെ അറിയൂ. കോട്ടയം കറുകച്ചാലിലെ പനയമ്പാല സ്വദേശിയായ തായ്പ്രാൽ ജോയിച്ചാൻ. കുറേ വർഷക്കാലമായി അദ്ദേഹം അംബാസഡർ കാറുകളെ ജീവന് തുല്യം സ്നേഹിക്കുകയാണ്. അത്രത്തോളം അറ്റാച്ച്മെൻ്റാണ് അംബാസഡർ കാറുമായി ജോയിച്ചാനുള്ളത്. ഇപ്പോഴും ഒരു പടക്കുതിരയായി അദ്ദേഹത്തിനൊപ്പം KRO 33 ഉണ്ട്. അംബാസഡറിനോടുള്ള പ്രണയത്തെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി, ആത്മബന്ധത്തെപ്പറ്റി ജോയിച്ചാനോട് തന്നെ നമുക്ക് ചോദിക്കാം. ജോയിച്ചാ, ഈ അംബാസഡർ കാറിനോട് ഇഷ്ടം തോന്നാൻ അത് എന്ന് മുതലാണ് അങ്ങനെ? ഞങ്ങൾ അറിവായ ഒരു 12 വയസ്സായപ്പോൾ 1962 മുതൽ ഞങ്ങൾക്ക് വണ്ടി എൻ്റെ ഫാദറിനുണ്ട്. അന്നോട്ട് അംബാസഡർ ഭയങ്കര പ്രേമമാണ്, സ്നേഹമാണ്. അന്ന് ഈ വണ്ടി ഓടിക്കുമായിരുന്നു 1962? അന്ന് ഞാൻ ഓടിക്കുമായിരുന്നു. അന്ന് ലൈസൻസ് ഒന്നും വേണ്ട. അന്ന് എനിക്ക് 12 വയസ്സ്. ഓടിക്കുമായിരുന്നു, ചെറുപ്പത്തിൽ ഓടിക്കുമായിരുന്നു. അന്ന് മുതൽ ഇഷ്ടം തോന്നി. അന്നോട്ട് ഇന്ന് അംബാസഡർ. ഇപ്പം എന്താണ് ഈ KRO 33-ൻ്റെ ചരിത്രം? അത് ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായിട്ട് ഇരിക്കുകയാണ്. അന്നും ഇന്നും ഒരു പോലെ 41 വർഷമായില്ലേ എൻ്റെ കൂടെ ആയിട്ട്. അതിപ്പോൾ നമ്മൾ സൂക്ഷിച്ചു. അത് കൽക്കട്ടയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. കൽക്കട്ടയിൽ നിന്ന് എൻ്റെ കാർന്നൊരു തോമസ് കൊണ്ടോടി അവിടെ ഉണ്ട്. അവിടുന്ന് വണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഓടിച്ച് 2600 കിലോമീറ്റർ ഓടിച്ചു. അന്ന് 2-3 വണ്ടി കൊണ്ടുവന്ന് ഓരോരുത്തർ വിറ്റാ കൊടുത്ത്. അതിൽ നല്ല ബ്ലാക്ക് വണ്ടി എടുത്ത് ഞാൻ ഇട്ടിരുന്നു. അംബാസഡർ ഞാനിപ്പോൾ വഴിക്ക് ഒരു അംബാസഡർ ഉണ്ടല്ലോ, അത് കൊടുക്കുകയാണെങ്കിൽ വിലച്ചിരി കൂടിയാൽ നന്നരം എടുക്കും. അത് കൊടുക്കുന്ന വണ്ടിയാണ് അന്നേരം ഞാൻ വിലയ്ക്ക് എടുക്കും. അത് എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. എങ്ങനെയാണ് KRO 33 കാർ യാത്രയൊക്കെ? 33 യാത്ര നല്ല സുഖമാണ്. വലിയ ഓവർ സ്പീഡില്ല. 70-80 ന്യായമായിട്ട് പോവാം. ഞാനും എൻ്റെ വൈഫും കൂടെ വയനാട്ടിന് വെള്ളാങ്കണ്ണിക്ക് ഇതൊക്കെ അകലെ പോയിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ല. നല്ല ടയർ, നല്ല ബാറ്ററി, സുഖം, പേപ്പർ ക്ലിയർ. ഇടയ്ക്ക് ഈ MBD കൈ കാണിക്കത്തില്ല. കൈ കാണിച്ചിട്ടില്ല ഇതുവരെ. അത് ഭാഗ്യം. ഇതുവരെ കൈ കാണിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. ഒരു പെറ്റി കേസ് വന്നിട്ടില്ല, ഒരു പോലീസ് കേസ് വന്നിട്ടില്ല. ഈ കാലം 41 വർഷമായി. അത് കാരണം ഞങ്ങൾ വീട്ടിലെ രംഗത്തെ പോലെ ഈ വണ്ടി കൊണ്ട് നടക്കുന്നു. അതോ വേറെ ആർക്കും കൊടുക്കാറില്ല? അയ്യോ ഇല്ല, ഓടിക്കത്തില്ല. മോള് വല്ലപ്പോഴും ഓടിച്ചെങ്കിലായി, അല്ലാതെ ആരുടെയും കൊടുക്കത്തില്ല. വർഷോപ്പേരെ ഇവിടെ ഓടിക്കത്തില്ല. ഇടയ്ക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കൊക്കെ വരുന്നു? മെയിൻ്റെനൻസ് വർക്ക് വീട്ടിലിട്ട് ചെയ്യാമല്ലോ. അവരെ വിളിച്ചാൽ വീട്ടിൽ വന്ന് ചെയ്തേ പോകുള്ളൂ. അല്ല വർഷോപ്പിൽ കൊണ്ട് ഇടേണ്ട വണ്ടി. ഇത് രാത്രി ഷെഡിൽ കിടക്കണം വണ്ടി. നേരം വിളിക്കുമ്പോൾ ഇത് കാണണം. ഈ നമ്പർ പറഞ്ഞാലേ അറിയാം. ചോദിച്ചാന്ന് പറഞ്ഞാൽ 31 ആണോന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. ഒരു മേൽവിലാസമായി, അഡ്രസ്സായി 31. ശരി. 31 ചോദിച്ചാന്ന് പറഞ്ഞാലേ കറച്ചാൽ ഓട്ടോറിക്ഷക്കാരല്ല ടമ്മെന്ന് അറിയാം കൊണ്ട് വീട്ടിൽ വിടും. ടാക്സി 5 വർഷം ഓടിയിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റായി. പിന്നെ എനിക്ക് വണ്ടി കച്ചവടമുണ്ട്. വണ്ടി എടുക്കുക, കൊടുക്കുക. അംബാസഡർ എല്ലാം എടുക്കുന്നു. അംബാസഡർ, മാരുതി എല്ലാം എടുക്കുന്നു. വീട്ടിൽ കുറച്ച് വണ്ടി കിടപ്പുണ്ട്. ഈ ഈയിടെ പരസ്യം വന്നപ്പോൾ 3-4 വണ്ടി വിറ്റു. മഞ്ചേരിക്കാർ. എനിക്ക് 13 വരെ ഉണ്ടായിരുന്നു. ഇത് 84, 1984 വണ്ടിയാണ്. മാർക്ക് 4. വേറെ വണ്ടി, പഴയ മോഡൽ വണ്ടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ എല്ലാ വണ്ടിയും വരുന്നുണ്ടായിരുന്നു. എത്ര വർഷം പഴക്കമുള്ളത്? അതൊക്കെ 62-64 എടുക്കുന്നുണ്ട്. കൂടുതൽ ഓട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പണ്ട്? അന്ന് ടാക്സി കൂടുമ്പോൾ കല്യാണോട്ടം 3-4 ജീപ്പും ഒരു കാർ, ചെറുക്കനെ പെണ്ണെ കൊണ്ട് ഒരു കാർ വിളിക്കുക. അധികം മിക്കവാറും ഈ വണ്ടിയാണ്. ഈ വണ്ടിയെ കെട്ടിച്ച പിള്ളേരെ ഉള്ളൂ അന്നത്തെ കാലത്ത്. കാരണം പഞ്ചായത്തിൽ കൂടുതലും കല്യാണം ഓടിയിട്ടുള്ള ഈ വണ്ടിയാണ്. അതുപോലെ എയർപോർട്ട് ഓട്ടം കൂടുതൽ ഓടിയിട്ടുള്ളത് ഈ വണ്ടിയാണ്.
അതെങ്ങനെ ഈ എല്ലാ ദിവസവും ഓട്ടം ഉണ്ടാവുമോ അതെങ്ങനെയാണ്? മിക്കവാറും ഓട്ടം ഉണ്ടല്ലോ, ഉണ്ടാവും. എനിക്ക് 5 വണ്ടി വരെ ഉണ്ടായിരുന്നു ടാക്സി ആയിട്ട് തന്നെ. 3 അംബാസഡറും 2 ജീപ്പും. മിക്കവാറും വീട്ടിൽ വന്ന് ഓട്ടം വരുള്ളൂ, വീട്ടിൽ വന്ന് പറഞ്ഞു കിടും. അന്നത്തെ കാലത്ത് ഈ വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ യാത്ര പോകുന്ന വഴിക്കൊക്കെ വിശ്രമിക്കാനൊക്കെ വണ്ടിയിൽ തന്നെ ആയിരിക്കും. വണ്ടി തന്നെ അതെവിടെയും കയറി 10 മിനിറ്റ് 15 മിനിറ്റ് ഇരിക്കുക, പറഞ്ഞാൽ അവിടെ നിന്ന് വിടുക. തിരുവനന്തപുരം പോയാൽ റെസ്റ്റോറൻറ്റ് ആവശ്യമൊന്നുമില്ല. രംഗമൂർത്തി ഒന്ന് ശാലനേരം കഞ്ഞിക്കും, പിന്നെ പോകും. ഈ ഇപ്പോഴത്തെ ആളുകളൊക്കെ ഈ കല്യാണം വിളിക്കാറുണ്ടോ നമ്മുടെ വണ്ടി? ഇപ്പോൾ അയ്യോ, പിന്നെ അത്യാവശ്യക്കാർ ചിലർ അമേരിക്കൻ ഫോറിൻ പാർട്ടിയൊക്കെ വന്നാൽ അവർ പഴയ വണ്ടി വിളിക്കും, അംബാസഡർ വിളിക്കും. അതെ അവരൊക്കെ അലങ്കരിച്ച്, അതൊക്കെ അവരെ അലങ്കരിച്ചോളൂ. നല്ല കൊച്ചു കുട്ടപ്പനാക്കി കൊണ്ടുപോയി നടന്നോളൂ. ഇപ്പോഴും നല്ല പടക്കുതിരയായിട്ട് ഇപ്പോഴും ഓട്ടം വല്ല കല്യാണമൊക്കെ എന്നാൽ പോവാം, അവർ വിളിച്ചാൽ പോകും. ഈ പഴയ ഇപ്പോൾ പുതിയ മോഡൽ ഒരുപാട് വണ്ടികളുണ്ട്, പവർ സ്റ്റിയറിംഗ് ഒക്കെ. അപ്പോൾ അതൊക്കെ ചേട്ടൻ ഓടിച്ചിട്ടുണ്ടോ? എല്ലാ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ട്രെയിനും പ്ലെയിനും ഓടിച്ചാൽ ബാക്കി എല്ലാ വണ്ടിയും ഓടിച്ചിട്ടുണ്ട്. വണ്ടിയോടൊക്കെ ഇഷ്ടമായി? എല്ലാ വണ്ടിയും. ഏറ്റവും കൂടുതൽ വരുന്നത് അംബാസഡർ കൂടുതൽ ഓടിയത്. അംബാസഡർ വിട്ടൊരു വണ്ടി. അംബാസഡർ ഒരു 500, ഏറ്റവും 500 അല്ല, അതിൽ കൂടുതൽ ഓടിച്ചിട്ടുണ്ട്. അംബാസഡറിനെ വെല്ലാനുള്ള വണ്ടികളൊക്കെ ഉണ്ടോ? അംബാസഡറിനെ വെല്ലാൻ ഇപ്പോൾ പഴയ വണ്ടികളൊന്നുമില്ല. ഈ യാത്ര സുഖമാണ്, പിന്നെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകുകയില്ല. തട്ടുകയില്ല, മുട്ടിയാലും നമുക്കൊന്നും പറ്റുകയില്ല, ഒരാപത്തും പറ്റുകയില്ല. വണ്ടിയുടെ ചാലും ചളങ്ങും, അത്രയേ ഉള്ളൂ. ഇപ്പോഴും ഈ നമ്മുടെ ഈ കറുകച്ചാലിലൊക്കെ വണ്ടി പോകുമ്പോഴത്തേന് ആൾക്കാരൊക്കെ നോക്കുമോ? പിള്ളേരൊക്കെ ആരാധകരുണ്ടോ? പിന്നെ വണ്ടി നിർത്തുമെന്ന്, വണ്ടി നിർത്തിയിട്ട് പിള്ളേർ ഭാര്യയും മക്കളും കൂടെ ഒന്ന് പടം എടുക്കും. ഓരോരുത്തർ ആരാധകർ ഇഷ്ടം പോലെ. അംബാസഡർ ബസ്സായിരുന്നുകൊണ്ട് ആൾക്കാർ ഫോട്ടോ എടുക്കും. ഈ കഴിഞ്ഞ ദിവസം തുടരുമെന്ന സിനിമ മോഹൻലാലിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, അത് കണ്ടോ? അത് കണ്ടില്ല, പിള്ളേർ കണ്ടിട്ടുണ്ട്. പിള്ളേർ അത് ആദ്യം ഒരു അന്ത്യം വരെ ഒരു അടുത്ത അംബാസഡറാന്ന് പറഞ്ഞു, പഴയ അംബാസഡർ. പിന്നെ കാണണം, പോകണം. നമ്മുടെ അംബാസഡറിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെ വരും. അതെ അംബാസഡർ. അത് കണ്ടില്ല, സിനിമ കണ്ടില്ല? ഞാൻ കണ്ടില്ല, പിള്ളേർ കണ്ട. നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഇത് 3-4 സിനിമയ്ക്ക് ഈ കാർ വന്നിട്ടുണ്ട്. അതൊക്കെ അല്ലേ. പിന്നെ ജീപ്പുണ്ട്, അത് 8-9 പടത്തിനകത്തുണ്ട്. അങ്ങനെ സെലിബ്രിറ്റിയാണ്. എല്ലാവർക്കും അറിയാം. 62 വണ്ടിയാണ്. 62 വണ്ടിക്ക് അന്ന് 12,500 രൂപ പുതിയതിൻ്റെ വില. ആ 12,500 രൂപ 4 ഏക്കർ സ്ഥലം മേടിക്കായിരുന്നു. അന്ന് തിരുവനന്തപുരം പോയാൽ 100 രൂപ, അത് മൈലേ 1 രൂപയാണ്. ഒരു മൈലിന് 1 രൂപ, 100 മൈല് 100 രൂപ. എറണാകുളം 65 മൈല് 65 രൂപ കിട്ടുന്നത് അന്നത്തെ കാലത്ത് ഓടുന്നത്. കോട്ടയം 15 രൂപ കിട്ടും. അങ്ങനെയുള്ള ഓട്ടം അന്നത്തെ ഓട്ടം. അന്ന് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സമയമല്ലേ. അപ്പം ഈ അന്ന് മുതൽ ഈ അംബാസഡർ കാർ വളരെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. അംബാസഡർ ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ പിള്ളേർക്ക്, എൻ്റെ വൈഫ് ഇതേ കയറുകയുള്ളൂ. വേറെ വണ്ടി ഉണ്ടെങ്കിലും കയറുകയില്ല. ഇതേ പള്ളി പോകണമെങ്കിൽ ഇതേ കയറുകയുള്ളൂ, വേറൊന്നും കയറത്തില്ല. കാലും കൈ നിർത്തിട്ട് ഇരിക്കാമല്ലോ. ഈ യാത്രയിലൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവമൊക്കെ? യാത്ര ചെയ്ത് ഈ വണ്ടിയിൽ ഇങ്ങനെ വയനാട് ദൂരെയൊക്കെ പോകുമ്പോൾ യാത്ര സുഖമാണ്, യാതൊരു കുഴപ്പമില്ല. നല്ല ടയർ, നല്ല ബാറ്ററി, പിന്നെ വണ്ടി വിട്ട് പോകുന്നതന്നെ ഒരു കുഴപ്പം, വഴിക്ക് കിടക്കത്തില്ല, ഉറപ്പാ. ഒന്നും പേടിക്കണ്ട. നമ്മുടെ വണ്ടി അറിയാം, അത് എവിടെ ചെന്ന് നമ്മുടെ പേര് ചോദിക്കണ്ട. കേരളപ്പത്തി എന്ന് പറഞ്ഞ് നമ്മളെ അവർ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കും. അത് ഓട്ടോക്കാരായാലും ശരി, ടാക്സിക്കാരായാലും ശരി, പുറം പാർട്ടിയാണെങ്കിലും ശരി, അവർ വഴി പറഞ്ഞു തരും, കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഈ പഴയ അംബാസഡർ കാറൊക്കെ അതൊക്കെ മുറ്റത്ത് കിടക്കുന്നു, അപ്പോൾ കുറേ അത് റിപ്പയറിംഗ് ഒക്കെ ചെയ്യാനുണ്ടോ? റിപ്പയർ ചെയ്യാനുണ്ട്. പിന്നെ പാഴ്സ് എടുത്ത് അത്യാവശ്യക്കാർക്ക് കൊടുക്കും പാഴ്സ്. പിന്നെ പേപ്പറെല്ലാം തീർന്ന് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ അത് പൊളിച്ചു പോകും. എല്ലാം നമുക്ക് ഓടിപ്പെടാൻ വന്നാൽ മതി, വണ്ടി ചെയ്ത് കൊടുക്കും, എല്ലാം റെഡിയാക്കി കൊടുക്കും. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തീർത്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് അംബാസഡർ കാറുകളോടുള്ള ജോയിച്ചാൻ്റെ ഇഷ്ടങ്ങൾ. KRO 33 രാജകീയമായി തന്നെ റോഡിലൂടെ ഓടുകയാണ്. ജോയിച്ചാൻ്റെ അംബാസഡർ കാറുകളോടുള്ള പ്രണയം തുടരും. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.